इंडिया। तुम्हारा क्या है? तुम्हारा नाम क्या है? കോഴിമുട്ടക്ക് ഇവിടെ എന്ത് വില ഉണ്ട്? 1500 എത്രണ്ണത്തിനാ? അപ്പോൾ ഇത് പുലാവ്, ഇത് ലഗ്മൻ, ഇതാണ് ഇവിടുത്തെ ജനറൽ ഫുഡ്. ഇതാണ് പോലെ ചായ, എല്ലാ ഫ്ലവറിൻ്റെ ഉസ്ബെക് ടീ, സൺഫ്ലവർ ഓയിൽ വെറുതെ കൊടുക്കുന്നുണ്ട്. 15,000 എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. ഒരു അപ്പോൾ പല്ല് ഇവിടെ നമ്മൾ വെക്കുന്നേറ്റാലുള്ള സെറാമിക്കിൻ്റെ ഒന്നും ഇവിടെ കിട്ടൂല. ഇവിടെ ഒക്കെ ഗോൾഡിൻ്റെതും മെറ്റലിൻ്റെതൊക്കെയാണ് ഇവർ വെക്കുക. ആ, പൊട്ടാറ്റോ ചിക്കൻ. അൽക്ക് സോപ്പല്ലേ? അൽക്ക് സോപ്പാണ് നമ്മളെ നാട്ടില്. കരാമേ അസ്സലാമലൈക്കും. അപ്പോൾ ഇവർ സൂന്ന് പേരിട്ട് എന്തുകൊണ്ടാറുണ്ടെങ്കിലും മൃഗങ്ങൾ ആയതുകൊണ്ടാട്ടോ. അസ്സലാമലൈക്കും. ഹൗ ആർ യു? യു സ്റ്റഡിങ് ദിസ് വൺ? സ്കൂളാ? സ്കൂൾ മിലിറ്ററി. ഇതാ യാപ്പിള ഉള്ളിൽ കയറിയിട്ടുണ്ട് ഡ്രൈവർ. ഒരാൾക്ക് എത്ര ചാർജ് പറഞ്ഞവനെ? ഹായ്, നമ്മളിവിടെ ഒരു ലോക്കൽ മാർക്കറ്റിൽ വന്നതാണ്. ഞാൻ സ്ഥലത്തിൻ്റെ പേര് നോക്കട്ടോ. ഇത് വളരെ ലോക്കലായിട്ടുള്ള ഒരു മാർക്കറ്റ്. എല്ലാ ഇതും നടന്ന് നമ്മൾ തെണ്ടി വാങ്ങുന്ന സ്ഥലം. ഫുഡ് ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ. ഇത് നമ്മളെ എന്താ പറയുക, SM സ്ട്രീറ്റിൻ്റെ ഒരു ലോക്കൽ വെർഷൻ. മൊബൈൽ എന്താ വാങ്ങുന്നത് നിങ്ങൾ? എന്തോന്ന് വാങ്ങണ്ടല്ലോ. ഞാൻ വൈഫിനോട് ചോദിക്കുന്നു എന്ത് വാങ്ങണമെന്നോ? ഷൂ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതിനെക്കാളും കൂടുതലൊന്നും ഇവിടെ കിട്ടാനുണ്ടാവില്ല. അല്ല, ഇടുന്നില്ലേ, ചൈനയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഉണ്ടാവും, പക്ഷെ എന്നാലും ദുബായ് മാർക്കറ്റിന് വല്ലാനൊന്നും വരാവും. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ വിലൻ്റെ സാധാരണക്കാർ നടന്ന് തെണ്ടി വാങ്ങുന്ന സ്ഥലം. ആ അതെ. നിങ്ങൾ ഇന്ന് എവിടെയും കാണാൻ കിട്ടാത്ത സാധനം. ദുബൈയിലെ കുടുക്ക് മസാലയിൽ പോലും ഉണ്ടാവില്ല, ഹോങ്കോങ്ങിലും ഉണ്ടാവില്ല. ആ സ്ഥലത്താണ് ഈ സാധനം. ആഗ്രഹമുള്ളവരുണ്ട് പറഞ്ഞോളി ഇട്ടത് അവിടെ ഉണ്ട്, ഇവിടെ വന്ന് വാങ്ങിച്ചോളി ഫുള്ള്. ഇത് പിന്നെ നമ്പർ ഇടുന്നുണ്ട്. ഈ ഫ്ലാപ്പിൻ്റെ ഉണ്ടാവില്ല, ഇപ്പോൾ എവിടെയും ഉണ്ടാവില്ല. തജിക്കിസ്ഥാനിലേക്ക് പോകുന്ന സൺഫ്ലവറിൻ്റെ അത് ഇല്ല. ഇതുവരെ ഇതിന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ആ, ഇനി പറഞ്ഞ പേര് കുർത്ത്. ആ, ഇത് തൈരിന്റെ കട്ടയാണ്. തൈരിൻ്റെ കട്ട അല്ലേ? ആ, തൈരിന്റെ കട്ടയാണ്. പുളിപ്പ് ടേസ്റ്റാണ്. ശരി. ഓക്കെ, ഇത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് വായിലിട്ടിട്ട് അതിൻ്റെ കൂടെ കൊക്കക്കോള അല്ലെങ്കിൽ ഫാൻഡ കുടിക്കും. എന്നിട്ട് അത് അലിഞ്ഞ് പോകും. ഇത് മെയിനായിട്ട് ഇവരെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ ഈ വിൻ്റർ ടൈമിലില്ലേ നമ്മൾ ശോധന ടൈറ്റ് ആവും. അപ്പോൾ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. അത് ശരി. അവർക്ക് ശോധന കഴിച്ചില്ലാൻ വേണ്ടിയിട്ടോ. നിങ്ങൾ അത് നോക്കണ്ട, നിങ്ങൾക്ക് അരിഷ്ടം കുടിച്ചാൽ മതി. ഇവിടെ സൺഫ്ലവറിൻ്റെ പൊളിച്ച ഇതും ഇതാ ഇവിടെ. ഇത് നല്ല ഇത്ര വലുപ്പമുള്ളത് നമ്മളെ നാട്ടിലില്ല കേട്ടോ. ഇത്ര വലുപ്പമുള്ളത് എവിടെയില്ല. ഇത് അടിപൊളി സാധനമാണ്, ലോക്കലിൻ്റെ. ഇവിടെ ആൾക്കാർ ഐസ്ക്രീമിന് ക്യൂ എന്ന് വാങ്ങുക. ഇതാ ലാസ ഐസ്ക്രീം. നമ്മളവിടെയുള്ള ലാസ അല്ല, ഇവിടുത്തെ ലാസ. കണ്ട നിങ്ങൾ ക്യൂ. ഐസ്ക്രീമൊക്കെ ഇവിടെ പ്രാന്താണ് ആൾക്കാർക്ക്. ഇതാ നമ്മളെ ഷോക്സ്, ചെറിയ കുട്ടികളെ ഡ്രസ്സുകൾ. എവിടെ സ്പെക്സ് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ പഴയ ഉസ്ബെക്കിസ്ഥാൻ, പഴയ താഷ്കൻ്റാണിത്. ഇവിടെ ഒന്നും പുതിയതില്ല, ഒക്കെ പഴയത്. നമ്മളെ പാളയം മാർക്കറ്റ്. അതെ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മളെ പാളയം മാർക്കറ്റിൽ നിന്ന്. പാളയം മാർക്കറ്റ് വലിയ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഇതാ. ഇവിടെയൊക്കെ ഇവിടുത്തെ സാധനങ്ങളാട്ടോ, ഇവിടുത്തെ ലോക്കൽ സാധനങ്ങളാണ്. നല്ല അതാണ്ട് ഉരുളക്കിഴങ്ങൊക്കെ കണ്ടെങ്കിൽ എമ്മായി വലിപ്പമുള്ളവർ ഒന്ന് തന്നെ ഉണ്ടാവും 1 കിലോ അടിയായിട്ട്. അസ്സലാമലൈക്കും. ചിത്തൂരി എന്ന് അറിയാണ്ട് ചോദിച്ചു. ഇവലെ മുഖം കാണുമ്പോൾ ഞാൻ ചിത്തൂരി എന്ന് ചോദിച്ചു. ബീഫ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബീഫ് അതെ. കേക്ക് മാതിരി ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ളവരും ഒന്ന് ഇങ്ങനെ കേക്കൊക്കെ ആക്കി വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് നല്ലതാണ്. കുതിര. അസ്സലാമലൈക്കും. സലാം. ഞാൻ അറിയാതെ ഇവരോട് സംസാരിക്കുമ്പോൾ അതെ ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ബീഫിൻ്റെ കാല് പരിപാടി ഉണ്ടല്ലോ. ആ അതിലുള്ളതുണ്ടാവില്ല. അതെ, ഇവരത് കളയില്ലല്ലോ. അതെ,
എല്ലാത്തിലും മിക്സ് ചെയ്യുള്ളൂ അല്ലേ? ഇത് ചിക്കൻ്റെതാണ്. താത്ത അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഹൗ ആർ യു? ഗുഡ് ഗുഡ്. കറാമേ അസ്സലാമു അലൈക്കും. ഖുറൂഖ് മാവലാർ. അപ്പം നമ്മളെ മാവേലീൻ്റെ ഒരു സെക്ഷനാണിത്, അതുകൊണ്ടാണ് മാവലാർ എന്ന് പേരിട്ടവർ. ഞാൻ ഒരു കട്ട കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അതല്ലേ? ആ പശു നെയ്യ അല്ലേ? ഞാൻ കുതിരൻ്റെത് കാണിച്ചില്ല. അസ്സലാമു അലൈക്കും. പശു നെയ്യ അത് ശരി. പല ടൈപ്പിലുണ്ടല്ലോ. ഇത് പശു നെയ്യാണ്, നമ്മളെ കുതിരൻ്റെ ഉണ്ടാവും. ഏത് എങ്ങനെയെന്നുള്ളത് തിരിയില്ല. എന്തായാലും നെയ്യാണ്. നമ്മളെ മിൽമനെക്കാടി നന്നാവും എന്നാണ് തോന്നുന്നത്. സൂ വെറ്റനാരിയ. അപ്പോൾ ഇവർ സൂന്ന് പേരിട്ട് എന്തുകൊണ്ടാറുണ്ടെങ്കിലും മൃഗങ്ങൾ ആയതുകൊണ്ടാട്ടോ അതിന് പേരിട്ട്. അതിൻ്റെ സ്ഥലമാണ് വെറ്റനാരിയ. സൺഫ്ലവർ ഓയിൽ വെറുതെ കൊടുക്കുന്നുണ്ട്. 15,000 എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, $1 $1.2. അപ്പോൾ ഇത് ഇവിടുത്തെ ഫുള്ള് ബസാറാണ്. ബസാർ, ഇതാണ് ബസാർ. അസ്സലാമു അലൈക്കും. അതെ അതെ അതെ, കറി അതെ അതെ, വളരെ ഇതാക്കിയിട്ടുള്ള. അതാണ് ചായൻ്റെ ഇതാണ് പോലെ ചായ. എല്ലാ ഫ്ലവറിൻ്റെ ഉസ്ബെക് ടീ. യെസ്, ദിസ് ഇന്ത്യ കമ്മിങ് ഇന്ത്യ. ആ സാധനം വേറെ എവിടെ നിന്നും വരില്ല. അത് അവിടുന്ന് ശ്രീലങ്കന്നേ വരുള്ളൂ. ഇന്ത്യ ഖൈർ ഖൈർ കമാൺ. ആ മൂപ്പര് കുക്കുംബറിൻ്റെ കളിയുണ്ട്. എന്താ കുക്കുംബർ? കോയിമുട്ടക്ക് ഇവിടെ എന്ത് വില ഉണ്ട്? 1500. എത്രണ്ണത്തിനാ ഇത്? ഇതിന് ഫുള്ള് 1500 കഴിക്കണ. അസ്സലാമു അലൈക്കും. ദിസ് സോം 1 ദിസ് സോം. ആ ഒന്നിന് 1000 സോമോ? അത്രയെന്ന് പറഞ്ഞാൽ എത്ര ഒന്ന് വലിയ പൈസ. അതായത് 80 റുപ്യക്ക് 152. 1000 ആയിരിക്കണം 152. അതെന്നെ കണക്ക്. അപ്പോൾ എത്രയായി? 6 റുപ്യ ഇട്ടായില്ലേ? 6 റുപ്യൻ്റെ മേലായില്ലേ? നാട്ടിൽ 3.5 റുപ്യ 4 റുപ്യ ഉള്ളൂ. ആ ഇത് നമ്മളെ കാടമുട്ട. അസ്സലാമു അലൈക്കും. ഉസ്ബെക്കിസ്ഥാൻ, താഷ്കാൻഡ്. അതെ അതെ. ഇത് നമ്മളെ പല സാധനങ്ങൾ തന്നെ എന്താ മരുന്നുകൾ കേട്ടോ. ഇത് നമ്മളെ മരുന്നുകൾ പോലെ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നത്, ആയുർവേദ മരുന്നുകളെ പോലെ. ചായപ്പൊടിക്ക് എന്തോന്നിനും ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ഫുള്ള് ഭയങ്കര ലെങ്ത്തിലാട്ടോ ഈ മാർക്കറ്റുകൾ. ഫിഷിന് ഇവിടെ വളരെ കുറഞ്ഞൊരു മാർക്കറ്റേ ഉള്ളൂ. അത് ഇവിടുത്തെ കായലിലെ, ഇവിടെ ഉണ്ടാകുന്ന ചെറിയ കായലിലെ ഫിഷ് മാത്രമേ ഉള്ളൂ. ഫുള്ള് സലാഡ്സിൻ്റെ സാധനങ്ങളാട്ടോ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബോട്ടിയല്ല ആണോ? ബോട്ടി സലാഡോ? ഉപ്പിലിട്ടത് മുളകൊക്കെ തെച്ച് ബോട്ടി സലാഡ് കണ്ടു പഠിച്ചോളി കേട്ടോ, വേണ്ടാക്കിക്കൊള്ളിട്ടോ. ഇത് എന്താ കുടല് സലാഡാ? അപ്പം ലോകത്തുള്ള എല്ലാ സാധനം കൊണ്ടും സലാഡ് ഉണ്ടാക്കാൻ പറ്റും. ആ ഇത് കൂണ്. ഓക്കെ, അത് ഉണ്ടാവാനുണ്ട്, അത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ട ഐറ്റംസാണ്. ഇതിലിത് ഇതെന്താ സാധനം എന്നുള്ളത് മനസ്സിലാക്കണം. എന്തായാലും അത് ക്യാരറ്റാണ്, അത് ബീട്രൂട്ടാണ്, അങ്ങനെ പല സാധനങ്ങളുടെയും സലാഡ്സ്.
അപ്പോൾ ഇത് വീടുകളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാക്കണമെന്നില്ല, ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും. അവർ മിക്സ് ചെയ്തിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് വെക്കുന്നതാണ്. ഇതിവിടെ പാത്രത്തിലാക്കി വെച്ചത് ഇലകളും ഇതൊക്കെ. അസ്സലാമു അലൈക്കും. ഇവിടെ ഫുള്ള് സലാഡിൻ്റെ ഏരിയ ആണിത്. ഇന്ത്യ. അസ്സലാമു അലൈക്കും. ഹിന്ദുസ്ഥാൻ ഖുലിസ്ഥാൻ. ഇറച്ചികളുടെ ആള്. അസ്സലാമു അലൈക്കും. ഹലോ. ഫൈൻ ഫൈൻ. कैसे कैसे हैं? अमिताभ बच्चन, शाहरुख खान, इंडिया. ബാബർ മുർദ, ഷാജഹാൻ, അക്ബർ. അതന്നെ അതന്നെ. അപ്പോൾ ഇവര് ബാബറിന്റെ കഥയാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും. ഹൗ ആർ യു? യു സ്റ്റഡിങ് ദിസ് വൺ? സ്കൂളാ? സ്കൂൾ മിലിറ്ററി. ഓക്കെ ഓക്കെ ഗുഡ്. ഇതാണ് യോസ് ഗാർദിവാച്ചി. ഇതിനാണ് ഓൻ പഠിക്കുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ താങ്ക് യു. ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട് സ്വർണത്തിൽ പൊതിഞ്ഞ് വെച്ച മീൻ. ബാക്കായിട്ടല്ല, ഇവർക്ക് ഇല്ലായിട്ടാണ്. ഇവർക്ക് ആകെ മറ്റേ ഇതിലുള്ളൂ, കായലിലെ മീനുള്ളൂ ഇവിടെ. അതന്നെ കുറഞ്ഞ കായലുകളിലുള്ളൂ. അസ്സലാമു അലൈക്കും. അവർക്ക് ഇഷ്ടമില്ല. സോസുകളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു. ഈ മുളകിൻ്റെ കളറുണ്ടോ? ഇത് കളർ ചേർക്കുന്നത് തന്നെ ആയിരിക്കും അല്ലേ? അല്ലേ? കളറാക്കാതെ ഈ കളർ കിട്ടുമോ? ജീരക ജീരക. യെസ്. ഉസ്ബെക്കിസ്ഥാൻ. സമർഖാൻ. ദിസ് ഇന്ത്യ. അതിൽ മാത്രം ഒരു മഞ്ഞളും ഇന്ത്യ. മഞ്ഞൾ ഇന്ത്യയാണ് കേരളത്തിൽ നിന്ന് കഴിക്കും. ഓക്കെ. ദിസ് മിക്സ് കളറാ? മിക്സ് കളർ? നോ നോ മിക്സ് കളറാ? കളർ മിക്സ് ചെയ്യാണ്ട് ഈ കളർ കിട്ടൂല. കിട്ടുമോ? കാശ്മീർ ചില്ലിക്ക് പോലും നമ്മളെ നാട്ടിലെ ഏറ്റവും കളറുള്ള സാധനമല്ലേ, കാശ്മീർ ചില്ലിക്ക് പോലും ആ കളർ കിട്ടൂല. ഇത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളി കണ്ടിട്ടോ എത്ര കളർ സാധാരണ മുളക് പൊടിക്ക് കിട്ടല്ലോ. സലാം കുല്ലും തമാം കൊല്ലു റഹ്മ. അത് കല്ല് അതിൽ എന്തോന്നും ഇടുന്ന സാധനമാണ്. ഞാൻ എന്തോന്നും അലിഞ്ഞു വരുന്ന സാധനം അവർക്ക്. വയറ് ക്ലിയർ ആവാൻ, വയറ് ക്ലിയർ ആവുന്ന സാധനം അവർക്ക്. നമുക്ക് അരിഷ്ടമുള്ളതുകൊണ്ട് ഇതൊന്നും വേണ്ടല്ലോ. നമ്മളവിടെ അരിഷ്ടം കണ്ടുപിടിച്ചിരിക്കുന്നില്ല. പല സാധനമുണ്ട് നമ്മളെടുത്ത് നാട്ടിൽ. ഈ കളറ് നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞോളി കേട്ടോ. ഓക്കെ, കമൻറ്റ് ചെയ്തോളി. ഇതെനിക്ക് തോന്നുന്നില്ല ഇത് ഒറിജിനൽ കളറാണ് ഇവിടുന്ന് കണ്ടിട്ട്. പക്ഷെ ഭയങ്കര കളറാണ്, ഭയങ്കര ഒരു സ്പെഷ്യൽ ഓറഞ്ചിൻ്റെ ഡാർക്ക്. ഇവിടുത്തെ ടീ ഉണ്ട് കേട്ടോ. ഓരോ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ചായയാണിത്. ഇവർക്ക് എല്ലാത്തിലും ഉണ്ടല്ലോ. മൂപ്പര് ഇവിടെ ഉസ്ബെക്കിസ്ഥാനൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതാ വാങ്ങുന്ന അല്ല ഇതോ? സോറി, ഇത് മേടിച്ചോ. ഇതല്ലോ ഒന്നുകൂടി നല്ല. ഇത് നമ്മൾ കാണിച്ച ചാർസോ ബസാർ അല്ല കേട്ടോ, ഇതല്ലാത്തൊരു മാർക്കറ്റാണ് ഇവിടെ. ചാർസോ ബസാറിൻ്റെ ബിൽഡിംഗ് ഒന്നും ഇങ്ങനെ അല്ലല്ലോ. ഈ ബസാറിൻ്റെ പേര് പറയാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പോയ മാർക്കറ്റ് സഹരി മാർക്കറ്റ് എന്നാണ് കേട്ടോ അറിയപ്പെടുക. സഹരി മാർക്കറ്റ് ഇതൊരു പഴയ മാർക്കറ്റാണ്. നമുക്ക് വന്ന് കാണാനേ ഉള്ളൂ, നമുക്കൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. പക്ഷെ ഒക്കെ വില കുറവായിരിക്കും, സാധനങ്ങൾക്കൊക്കെ വളരെ കുറവായിരിക്കും. ഇവിടുത്തെ സാധാരണക്കാർ വന്ന് ഡെയിലി വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സഹരി മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ സാധാരണക്കാർക്കുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. അസ്സലാമു ദിസ് ചിക്കൻ കബാബിനുള്ള റെഡിയാക്കി വെക്കുകയാണ്. അതിൻ്റെ കക്കാണ് പുള്ളി, മൂപ്പരാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു വിഷയം
അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. ആൾക്കാർ പബ്ലിക്കിലായിട്ട് വന്ന് ഇരുന്നിട്ട് എടുക്കുന്ന ഒരു സ്ഥലമാണ്. അതിനെപ്പറ്റി ചോദിക്കുന്നത്. अस्सलाम वालेकुम. इंडिया. तुम्हारा क्या है? तुम्हारा नाम क्या है? इकबाल मेरा नाम. तुम्हारा नाम क्या है? तुम्हारा नाम क्या है? अलग है. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഹൗ മെനി കിലോ? 130. 130. ഓക്കെ ഓക്കെ. Big man 2. This man 2. You. Verm? Yeah. P herm? P. You. അതെ. ഓക്കെ ഓക്കെ. അത് കുടിച്ചിട്ടാണ് മൂപ്പർക്ക് അധികമായിരുന്നാ പറയുന്നത്. ദിസ് ഗോൾഡ് Net. No gold. നോ ഗോൾഡ്. No gold. കളർ ഗോൾഡ്. No gold. No. No gold. അതെന്താ സംഭവം? പിന്നെ Metal. മെറ്റൽ. ഗോൾഡിനെക്കാട്ടി നല്ല മെറ്റലോ. Was. അപ്പോൾ പല്ല് ഇവിടെ നമ്മൾ വെക്കുന്നേറ്റാലുള്ള സെറാമിക്കിൻ്റെ ഒന്നും ഇവിടെ കിട്ടൂല. ഇവിടെ ഒക്കെ ഗോൾഡിൻ്റെതും മെറ്റലിൻ്റെതൊക്കെയാണ് ഇവർ വെക്കുക. 130 കിലോ അല്ലേ? 130 കിലോ. Manhas korsam? Seversin? യൂസിഗർമ. അത് അന്നപ്പം ഇപ്പം അങ്ങോട്ട് മുണുങ്ങും. നമ്മളെ ബോക്സിങ്ങിന്റെ റിങ്ങിൽ കയറിയ മാതിരിയാണ്. അമിതാഭ് ബച്ചൻ. ഇവിടുത്തെ അമിതാഭ് ബച്ചൻ. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ വന്ന സമയത്ത് മൂപ്പരാള് അവിടെ എന്തോ വീറിട്ട് അടിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ നമ്മളെ ഇന്ത്യക്കാരാന്ന് പറഞ്ഞപ്പോ ലോക്യം പറഞ്ഞു വരിക. കുറച്ച് കൺട്രോൾ ഉണ്ട്, കുറച്ച് കൺട്രോൾ കുറവുണ്ട്. ഇനിയിപ്പൊ മുണുങ്ങോന്നൊന്നും അറിയില്ല. ചക്രവർത്തി, മിഥുൻ ചക്രവർത്തി. ജിമ്മി. ഇവിടുത്തെ സാധാരണ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതിൽ മുഴുകുന്നത് ഇതിലെ ഇറച്ചി, ഫ്രൂട്ട്സ് ഒക്കെ. ഇത് ചിക്കൻ. യെസ്, ചിക്കൻ. ദിസ് പൊട്ടറ്റോ ചിക്കൻ. ഓക്കെ. ദിസ് അണ്ടർസ്റ്റാൻഡ്. What is that? Curry. Chicken and potato. Okay. Which soup? Rice. The soup. അതിൽ റൈസ്. ഇതിപ്പോൾ നമ്മൾ ഇവിടുത്തെ വരെ ലോക്കലായിട്ടുള്ള ഒരു ഫുഡാണിത്. ലോക്കലായിട്ടുള്ള ഫുഡുകളാണ്. One minute. Coming my friends, coming. ഇത് ഇതേപോലെ കടലിൻ്റെത്. ഇതുവരെ ഇത് സൂപ്പ് നമ്മളെ എല്ലിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കുന്ന സാധനം. അവർക്ക് റെഗുലർ ഫുഡാണ്. ഇത് ഇവിടുത്തെ റൈസ്, പുലാവിൻ്റെ കബാബ്. ഇത് ഇതിലിട്ടിട്ട് ശരിക്കും ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് സലാഡ്. ഇത് ശരിക്കും നമുക്ക് ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതാണ് പുലാവ്. ഒരു പ്ലേറ്റ് പുലാവിൽ എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ അതിൻ്റെ ഇറച്ചി ഉണ്ടാകും. പുലാവിൽ നല്ല ഒരു കബാബും അതിൻ്റെ കൂടെ വെക്കും. അപ്പോൾ അതൊരു സാധാരണക്കാരൻ്റെ ഫുഡാണ്. ഒരു സാധാരണക്കാരൻ കഴിക്കുന്ന കട്ട് ചെയ്തിട്ട്. അപ്പോൾ മൂപ്പരോളാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത് ആദ്യം. തിന്നല്ലേ? അപ്പോൾ ഇത് പുലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ബിരിയാണിയുടെ ശേഷം മധുരമുള്ള ടൈപ്പാണല്ലേ? തലശ്ശേരി ബിരിയാണിയിൽ വേറൊരു ടൈപ്പാണിത്. ഇത് അരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ ഇത് പുലാവ്, ഇത് ലഗ്മൺ. ഇതാണ് ഇവിടുത്തെ ജനറൽ ഫുഡ്. ഇതിലൊരു ബുൾസൈ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ. സലാഡുണ്ട്. എല്ലാം കൂടി അടക്കാണത് വരും. ചായ കുടിക്കാൻ ഒരു ഗ്ലാസ് വരെ എടുത്തൊന്നും കിട്ടില്ല. അതിനത് എന്താ പറയുക, നമ്മൾ എന്ത് പാത്രം എന്നും പറയാം, എന്ത് കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞതുപോലത്തെ സംഗതിയിലാണ് നമ്മളെ ചായ. എല്ലാത്തിനും ചായ ഉണ്ടാവും കേട്ടോ. ഉച്ച ആയാലും രാത്രി ആയാലും രാവിലെ ആയാലും ഒക്കെ ചായ ഉണ്ടാവും. അൽക്ക് സോപ്പല്ലേ? അൽക്ക് സോപ്പാണ് നമ്മുടെ നാട്ടിലെ 501 ബാർ സോപ്പ്. എന്താ പേരുണ്ട് ഇല്ലേ? ഇതിലിതാ വലിയ പേരൊക്കെ അടിച്ചിട്ടുണ്ട്. 60% ഉള്ളത് എന്തോ ഒരു കമ്പനീൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ 501 അങ്ങനെ തന്നെയാണല്ലോ പേര്. എക്സ്പോസ് ചെയ്തിട്ടുള്ള അടിച്ചിട്ടുള്ളത്. ഷൂസ് ചിലപ്പോൾ ചൈനൻ്റെ തന്നെ ആയിരിക്കും അല്ലേ? അതൊക്കെ അടിച്ചു വിടും. വില ചോദിച്ചാലേ വിവരം തരുമോ?
How much? İnsan rastlıyor. 120 lira. എത്രയെന്ന് ചോദിച്ചു? കഞ്ചാക്ക 120. എത്ര? 1,20,000. 1,20,000. അപ്പോൾ എത്ര വന്ന്? 12. $10. $10 850 രൂപ. ആ ഇപ്പം നമ്മളെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് വില. ഗുഡ് 850 റുപ്യോളം വരും ഈ ഷൂസുകൾക്ക്. ഇതൊക്കെ കോപ്പി കേട്ടോ, സ്കെച്ചേഴ്സിൻ്റെ കോപ്പി. ഈ മാർക്കറ്റിൻ്റെ അടുത്തു നിന്ന് തന്നെയാണ് കേട്ടോ ഇതേപോലത്തെ ചെറിയ വാനുകൾ, നമ്പറൊക്കെ എഴുതിയാണ്ടോ. ഈ വാനുകളാണ് കസക്കിസ്ഥാൻ ബോർഡറിലേക്ക് പോവുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് കസക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ബോർഡറിൽ നമ്മൾ വന്നതാണ്, അവിടെ ആ സ്റ്റേഷനിൽ. അപ്പോൾ ഇവിടുത്തെ വണ്ടിയിൽ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ചാർജ് എന്നൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് പോവുക ചെയ്യുക വണ്ടി. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെ പഴയ മാർക്കറ്റാണ്. ഇവിടെ നിന്നാണ് വാഹനം പോകുന്നതിൻ്റെ പറ്റിയിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാൻ എത്ര രൂപ ആവും? ഇവർ ഈ വാഹനത്തിൽ കയറുകയാണ്. അപ്പം നമ്മളൊന്ന് അവിടേക്ക് പോവാണ്, ബോർഡറിലേക്ക് പോവാണ്. ഇതാ യാപ്പിള ഉള്ളിൽ കയറിയിട്ടുണ്ട് ഡ്രൈവർ. ഒരാൾക്ക് എത്ര ചാർജ് പറഞ്ഞവനെ? 5000. 5000 സോം എന്ന് പറഞ്ഞാൽ അത്രയും കുറവില്ല. 5000 സോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $1.5 $1.5 ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലെ 30 രൂപ. ആ ഞാൻ ഇപ്പം തന്നെ പോരും. അപ്പോൾ നമ്മൾ 5000 സോമാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് ഇവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ വാഹനത്തിൽ കയറിയാൽ ഇവർ 3, 2, 5, 1 6 ആളെ കയറ്റും. 6 ആളെ കയറ്റി പോകുന്നതിന് 5000 സോം. അപ്പോൾ ഞാൻ നമ്മളെ കോൺസർഫിങ് ഫ്രണ്ട്സുകളുടെ കൂടെ ഒരു കസക്കിസ്ഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഓലെ കൂടെ പോയി. പകുതി വരെ പോയപ്പോഴാണ് ഞങ്ങൾ സംസാരിച്ച് നോക്കുമ്പോൾ എനിക്ക് 1 എൻട്രി കിട്ടിയിട്ടുള്ളായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ വിസ. ഒറ്റ എൻട്രി ഞാൻ അവിടെ പോയി തിരിച്ചു വരാൻ വിചാരിച്ചാണല്ലോ. അപ്പോൾ ആ കാരണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ മാർക്കറ്റിലേക്ക് പോവാം. ഇനി മറ്റൊരു യാത്ര അങ്ങോട്ടേക്ക് മാത്രമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ പോകുന്ന സമയത്ത് കസക്കിസ്ഥാൻ നമുക്ക് വിസേൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മൾ അവിടേക്ക് ഒരു ചാൻസ് നോക്കിയിട്ട് അവിടെ പോകാൻ നിങ്ങൾക്ക് അവിടുത്തെ വിശാലമായ കാര്യങ്ങൾ കാണിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ